ഇന്നൊരു ടേസ്റ്റി വെജിറ്റബിൾ ബിരിയാണി റെസിപ്പിയാണ്. ആദ്യം നമുക്ക് അരി വേവിക്കാം. അതിനായി കട്ടിയുള്ളൊരു പാത്രം യൂസ് ചെയ്യണം. ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ടീസ്പൂൺ നെയ്യ്, പിന്നെ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചൂടാവുമ്പോൾ നമുക്ക് മസാല ചേർക്കണം. കറുവാപ്പട്ട, ബേ ലീഫ്, ഗ്രാമ്പൂ, ഏലക്ക, ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ചതച്ച വെളുത്തുള്ളി ചേർക്കാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. പിന്നെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞ സവോള, ഇതിനൊന്ന് സ്ലൈറ്റ്ലി ബ്രൗൺ വരെ ഫ്രൈ ചെയ്യണം. ഏകദേശം ഇപ്പോൾ കളറൊക്കെ മാറി തുടങ്ങി. സവോള ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചേർക്കണം. നന്നായി കഴുകി വെച്ച അരി ചേർക്കാം. ഇതിനെ ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ വയനാടൻ കൈമ റൈസാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ജീരകശാല റൈസോ ബസ്മതി റൈസോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അരി ഇളക്കി കൊടുക്കണം. അങ്ങനെ വെച്ചിട്ട് പോകരുത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ അരി ആയിട്ടുണ്ട്. 5 മിനിറ്റ് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂടുള്ള തിളപ്പിച്ച വെള്ളമാണത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നമുക്ക് അറിയാം. വേണമെങ്കിൽ ഇനിയും നമുക്ക് ചേർക്കാം. നമുക്കൊരു ചെറിയ നാരങ്ങയുടെ നീര് ഒഴിക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും വിതറാം. ഇതിനെ നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 15 മിനിറ്റ് കൊണ്ട് അരി വേവുന്നതാണ്. ഓരോ അരി അനുസരിച്ച് വേവ് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അത് മറക്കരുത്. അല്ലെങ്കിൽ അരി അടിയിൽ പിടിച്ച് കരിയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അരി വെന്തോ നോക്കാം. അരി ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോകാതെ വെന്താൽ മതി.
അങ്ങനെ നമ്മുടെ അരി റെഡിയായി. നമുക്ക് ബാക്കി സാധനങ്ങൾ റെഡിയാക്കാം. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കി എടുക്കുക. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഉപയോഗിച്ചെന്നുള്ളൂ. വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പം തന്നെ നമ്മുടെ ഓയിലിൻ്റെ കളറൊക്കെ മാറി വരും. ഒരു മഞ്ഞ കളറാവും. അപ്പോൾ നമുക്ക് നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് സവാള ഇടാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുള്ളൂ. കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇത് നമുക്ക് ഗോൾഡൻ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അങ്ങനെ ഒന്ന് വെച്ചാൽ മതി, പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി. ഇത് റെഡി ആയിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണി മസാലയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് റെഡിയാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഒരു പേസ്റ്റാണ്. ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സവോള, ബീൻസ്, ക്യാരറ്റ്, മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില, കോളിഫ്ലവർ ചെറിയ അല്ലയാക്കി എടുത്ത് ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്തെടുത്താണ്. അപ്പോഴേക്കും നമ്മുടെ സവോള ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇടയിൽ ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു നല്ലൊരു ഓറഞ്ച് കളറായിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റ് ചേർത്തുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു കളറും ടേസ്റ്റും ഉണ്ടാവും. ഈ പാനിൽ തന്നെ നമുക്ക് ഏറ്റവും മസാല റെഡിയാക്കാം. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, മുളക് പേസ്റ്റ് ചേർക്കുക. ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് സവാള ചേർക്കണം. ചെറുതായിട്ട് സവാള ഒരുപാട് വലിയ പീസാക്കി വരുന്നുണ്ട്.
വെച്ച് നമുക്ക് വേവിക്കാം. ഇളക്കി കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാം. ആദ്യം മസാല റെഡിയാക്കാം. അതായത് ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർക്കാം. ഇതിനെ ഇനി നമുക്ക് പേസ്റ്റ് ആക്കിയെടുക്കാം. വെള്ളം കുറച്ച് ആഡ് ചെയ്ത് നമുക്ക് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ളൊരു മിക്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മസാലയൊന്ന് കോളിഫ്ലവറിൽ പിടിക്കാൻ അത്രയുള്ളൂ. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ചെയ്യുന്നത്. കുറച്ച് ഇത് പോയിട്ട് കുറച്ചുകൂടി ലൂസാക്കാം. റെഡി ആയിട്ടുണ്ട് പേസ്റ്റ്. നമുക്ക് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മസാല അതിനിടയ്ക്കാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. മസാല വെന്ത് വന്നിട്ടുണ്ട്. ഗരം മസാല, ബിരിയാണി മസാലയും ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മസാല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. നമുക്ക് ഏതാണ് അടുത്തുള്ള മസാല ആക്കി കൊടുക്കണം. നമുക്ക് കോൺഫ്ലവർ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഒരുമിച്ചുണ്ടാകുന്നത് ഫ്രൈ ചെയ്യാൻ പറ്റും. ഇട്ട് കഴിഞ്ഞൊന്നും വെക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റ് വെക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. ഇളക്കി കൊടുക്കാം. അടിഭാഗം നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാല ഒരുവിധം കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട. നമ്മുടെ കോളിഫ്ലവറിലും റൈസിലൊക്കെ ഉപ്പുണ്ട്, അത് ഓർക്കണം. ഓക്കെ, അതങ്ങനെ റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ കോളിഫ്ലവർ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ആയിട്ടില്ല, എന്നാലും ഒരു ക്രിസ്പിനെസ് ഉണ്ട് കോളിഫ്ലവറിന്. കോളിഫ്ലവർ നമുക്ക് ഈ മസാലയിൽ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് നേരം പിന്നെ കുക്ക് ചെയ്യൊന്നും വേണ്ട. അടുത്തതായി നമുക്ക് ദമ്മിടാം.
ഒരു കട്ടിയുള്ള പാത്രം എടുക്കണം. ഞാനിപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത പാത്രം തന്നെ എടുത്ത്. ഫസ്റ്റ് ലെയർ നമ്മൾ റൈസ് ഇടണം. ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് നമ്മൾ നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവോള ഇടുക. പിന്നെ കുറച്ച് മല്ലിയില ഇടണം. നിങ്ങൾക്ക് ഈ സമയത്ത് പുതിന ഇലയും മുറിച്ചിട്ട് ഇടാവുന്നതാണ്. പിന്നെ നമ്മുടെ മസാല, ഞാനിവിടെ 1.5 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഏകദേശം 2 ലെയർ ദമ്മേ വേണ്ടി വരുള്ളൂ. നെക്സ്റ്റ് ലെയർ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റ് റൈസ്, പിന്നെ സവോള ഫ്രൈ ചെയ്തത്, പിന്നെ മല്ലിയില, പിന്നെ മസാല, ലാസ്റ്റ് ലെയർ റൈസും കൂടെ ആഡ് ചെയ്യുക. അതിൽ നന്നായിട്ട് ഈവനായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് സവോള ഫ്രൈ ചെയ്തതും പിന്നെ മല്ലിയില ഇടാവുന്നതാണ്. നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് ദമ്മായിട്ട് വയ്ക്കാം. സ്റ്റൗ ഓൺ ചെയ്തൊരു ദോശക്കല്ലോ പഴയ ദോശക്കല്ലോ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പാത്രം വയ്ക്കുക. ഇതൊരു 15-20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. ബിരിയാണി ഒരുവിധം നല്ല കുക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.